ഇവിടെ നമ്മുടെ നേതാക്കളുണ്ട്. നമുക്ക് ആദ്യം നേതാക്കളെ കാണാം. രണ്ട് നേതാക്കളും സംസാരിക്കുന്നുണ്ട്. നിങ്ങളിത് CJP എന്ന് പറഞ്ഞ് കളിയാക്കാൻ പാടില്ല. കാര്യം ഇവർ രാഷ്ട്രീയമായിട്ട് പ്രതിയോഗികളാണെങ്കിലും ഒരുപാട് സുഹൃത്തുക്കളാണ്. അത് ശ്രീകണ്ഠനാണെങ്കിലും ഗുഡ് മോർണിംഗ്. ഞാനത് പറയാറുണ്ട്, നിങ്ങൾ രണ്ടുപേരും മാത്രം സംസാരിക്കുന്നുണ്ട് CJP എന്ന് പറഞ്ഞാലേ. ചിറ്റൂർ കോളേജിൽ ഞാൻ അവിടെ ABVP-യും ഇദ്ദേഹം അവിടെ SFI ആയിരുന്നു. അതായത് പാലക്കാടിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും CPM ആണെങ്കിലും പരസ്പരം രാഷ്ട്രീയമായിട്ട് അവർ പോരാളികളും വൈരികളും ഒക്കെ ആണെങ്കിലും ഒരുപാട് സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ദിവസമാണ്, പ്രത്യേകിച്ച് തേരിന്റെ ദിവസം. അതെ, കൽപ്പാത്തി രഥോത്സവം. പാലക്കാടിന്റെ പ്രത്യേകത, ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയമായിട്ട് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആശയത്തിന്റെ പേരിലേ പോരാട്ടുള്ളൂ. ഞങ്ങള് വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കും. അതെ 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 ഉറപ്പായിട്ടും ഞങ്ങള് അതെ രാഷ്ട്രീയത്തില് വ്യക്തി എന്നില്ലല്ലോ, തികച്ചും ആശയപരമായ പോരാട്ടമാണല്ലോ. അത് പലർക്കും ചില ആളുകൾക്കെങ്കിലും അത് അറിയാതെ പോകുന്നുണ്ട്, അതാണ് പ്രശ്നം. അതേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ ആശയപരമായ പോരാട്ടങ്ങളാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ വ്യക്തികൾ തമ്മിലുള്ള അത് വൈരാഗ്യമായി മാറുക. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ചാനൽ ചർച്ചയില് അടിവരെ നടക്കില്ലേ, അതായത് അന്തിച്ചർച്ചയിലേ വൈകിട്ടുള്ള ചർച്ചയിലൊക്കെ ഭയങ്കര വയലന്റ് ആകുമല്ലേ, അതിന്റെ ഒരു കാര്യമില്ല. അങ്ങനെ ഒരു കാര്യമില്ല. ആശയപരമായി സന്തോഷകരമായി ആശയങ്ങൾ തമ്മിൽ ചിരിച്ചുകൊണ്ട് നമുക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ സുരേഷ് ബാബു, ഇതൊരു പ്രധാന വിഷയമുള്ളത് ഇപ്പോൾ BJP വലിയ ആത്മവിശ്വാസത്തിലാണെന്നാണ് BJP പറഞ്ഞത്. മണ്ഡലം പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. നമ്മളുടെ വണ്ടിയിൽ ആദ്യം കയറിയത് ഭരണസമിതിയാണ്. അപ്പോൾ അവര് 35+ സീറ്റുകളിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഒരു പ്രതീക്ഷയുണ്ടോ ഇത്തവണ നമ്മൾ പിടിക്കുമെന്ന് LDF? അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നവരെ ആത്മവിശ്വാസത്തിലാണ്. റിസൾട്ടിന് ശേഷമാണ് പിന്നെ ഞങ്ങൾക്ക് പറ്റിയ പിശക് എന്താണെന്ന് പറയുക. അതായിരിക്കും ചിലപ്പോൾ BJP പ്രകടിപ്പിച്ച അഭിപ്രായം. പിന്നെ അത് മാത്രമല്ല, നിലവിൽ അവർ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൈയാളുന്നൊരു പാർട്ടിയാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലത്ത് അവരുടെ ഒരു പെർഫോമൻസ് ജനങ്ങളിൽ ഒരുപാട് അമർഷമുണ്ടാക്കിയിട്ടുണ്ട്, അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം പൊതുവായി ഇടതുപക്ഷത്തിന് അനുകൂലമാകും ഇത്തവണ. അത് നല്ല വിശ്വാസമുണ്ട്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ എന്തെങ്കിലും അതൃപ്തി, അസ്വാരസ്യങ്ങൾ എന്തെങ്കിലും ഇടതുമുന്നണിയിൽ? ഞങ്ങളെല്ലാം പ്രഖ്യാപിച്ചല്ലോ, ഒരു അസ്വാരസ്യം എങ്ങും പൊട്ടിത്തെറികളൊന്നുമില്ല. ഒന്നും എവിടെയും പൊട്ടിത്തെറിക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെയും പൊട്ടിത്തെറി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മുന്നണികൾ പൊട്ടിത്തെറിക്കുന്നത് കാണുമ്പോൾ വാർത്താമുറിയിലുള്ളവർക്കൊരു കൗതുകമാണ്. മാധ്യമങ്ങൾക്ക് പലരിലും ഞങ്ങളുടെ പൊട്ടിത്തെറി കാണണം. പൊട്ടിത്തെറിയില്ല. സ്ഥാനാർത്ഥി പാലക്കാടായിട്ട് ബന്ധമുള്ള ആളായതുകൊണ്ട് അരുൺജിക്ക് അത് പ്രത്യേകം പാലക്കാടിന്റെ വാർത്ത കൽപ്പാത്തി വരികയാണ്. എല്ലാവരും ഇടതുപക്ഷവും കോൺഗ്രസും BJP ഒക്കെ വളരെ ഹാപ്പിയാണ്. മറ്റുള്ള ചാനലുകളിൽ നിന്ന് വ്യത്യസ്തം. നിങ്ങൾക്ക് പാലക്കാടിന്റെ അതെ പൾസ് അറിയാം, പാലക്കാടിലെ ആളുകളെ അറിയാം, മുക്കും മൂലയും അറിയുന്ന ആളാണ്. ഇപ്പൊ പറഞ്ഞു ഒരു അമർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 10 വർഷം അങ്ങനെ ഉണ്ടോ? ഒരു അമർഷവും ഉണ്ടാവില്ല. ഏറ്റവും വലിയ മാതൃക നോക്കൂ, ഇതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ നിന്നാണ്. സ്ഥലത്തെ CPM-ന്റെ സെക്രട്ടറിയാണ്. ഇവിടെ ഉള്ളത് BJP-യുടെ ഐക്കണാണ് നമ്മുടെ കൃഷ്ണകുമാർ. അവർ രണ്ടുപേരും നമ്മളോട് സംസാരിക്കുന്നു, തുറന്നാണ് സംസാരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സൗന്ദര്യം കൂടിയാണ്. ഈ പാലക്കാട്ടിലെ ജനങ്ങൾ കാണുകയല്ലേ കഴിഞ്ഞ 10 വർഷം ഇവിടെ നടന്നത്. 30 വർഷം കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ച നഗരസഭയാണ്. BJP ഭരണസമിതി വന്ന ശേഷം കഴിഞ്ഞ 10 വർഷം വന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് തിരിഞ്ഞു ഈ മുനിസിപ്പാലിറ്റി പശ്ചാത്തലം കിട്ടും. പറഞ്ഞോട്ടെ. ധാരാളം കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരുന്നു, ആ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നു. ഇതെല്ലാം ജനങ്ങൾ കാണുക, അവർ അനുഭവിച്ചറിയുന്നതാണ്. വികസനം എന്താണെന്ന് നേരിട്ട് അറിയാനും അത് അനുഭവിക്കാനുള്ള ഭാഗ്യം പാലക്കാട്ടുകാർക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരുവിധ ആശങ്കയില്ല. ഞങ്ങൾ 100% ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങളുടെ 28, 35 ആ ലെവലിലേക്ക് എത്തിക്കണം. ബീഹാർ പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. അതെ അതെ, പാലക്കാട് ഒരു താമരപ്പാടമാക്കി മാറും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. വേറൊരു നരേഷനുണ്ട് കോൺഗ്രസിനും, അത് വോട്ട് ചോരിയാണ്, വോട്ട് വാരിയല്ല. അല്ല, അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്ഥിരം കോൺഗ്രസ് പറയുന്നതാണ്. രാഹുൽ ഗാന്ധി കൂടി ഇവിടെ പ്രചരണത്തിന് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധി വന്നാൽ ബീഹാർ ആവർത്തിക്കും പാലക്കാട്. സുരേഷ് ബാബു, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി LDF പിടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഒട്ടേറെ ശ്രമകരമായ ജോലി വേണ്ടി വരും. കാര്യം മുനിസിപ്പാലിറ്റിക്കുള്ളിൽ പാർട്ടിയുടെ സ്ട്രെങ്ത് മറ്റ് നഗരങ്ങളിലുള്ളതും ഗ്രാമങ്ങളിലുള്ളതുപോലെ അത്രയുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളാണോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്? 100%. LDF സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നല്ല പിന്തുണയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും
2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളായിക്കോട്ടെ, നല്ല ആത്മവിശ്വാസത്തിലാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പാലക്കാട് മുനിസിപ്പാലിറ്റി വളരെ ശ്രമകരമാണ് എന്ന് വളരെ നല്ല ബോധ്യമുണ്ട് ഞങ്ങൾക്ക്. കാരണം CPM-ൻ്റെ സംഘടനാ കരുത്ത്, ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ കരുത്തെല്ലാം ഞങ്ങൾ ആ കരുത്തിൽ നിന്നുകൊണ്ട് എന്ത് നേടാൻ കഴിയും, എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒട്ടും മോശമല്ലാത്ത ഒരു വലിയ മുന്നേറ്റം ഈ മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷത്തിനുണ്ടാകും. ഒരു കാര്യം ഉറപ്പ് പറയാം, 100% BJP ഇത്തവണ ഭരണത്തിൽ നിന്ന് പോകും. ആണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസുമായിട്ടൊരു അടവ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ കോൺഗ്രസുമായിട്ട് ഞാൻ ചോദിക്കട്ടെ, BJP-യും കോൺഗ്രസും ചേരുന്നില്ലാണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും കോൺഗ്രസുമായിട്ട് ചേർന്ന ചരിത്രം നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അത് കേരളം വിശ്വസിക്കില്ല. BJP-യും കോൺഗ്രസുമായി ചേരും. ഞങ്ങളിപ്പോൾ ബൈ ഇലക്ഷൻ ഇവിടെ തന്നെ നടന്നു. ബൈ ഇലക്ഷൻ മുതലമട പഞ്ചായത്ത് ഒരു ബൈ ഇലക്ഷൻ നടന്നു. എൻ്റെ അനുഭവമാണ്. ആ ബൈ ഇലക്ഷനിൽ ഒരു സീറ്റിൽ 96 വോട്ടാണ് 2020 കോൺഗ്രസിന് കിട്ടിയ വോട്ട്. ഞങ്ങളും BJP-യും തമ്മിൽ 4 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ ജയിക്കുന്നത്. അവിടെ ബൈ ഇലക്ഷൻ നടന്നു. ഞങ്ങളുടെ മെമ്പർ രാജിവെച്ച് ജോലി കിട്ടിയപ്പോൾ ബൈ ഇലക്ഷൻ നടത്തിയപ്പോൾ കോൺഗ്രസ് വിജയിച്ചു ആ സീറ്റിൽ. ആ 96 ആര് വന്നു? BJP വന്നു. അപ്പോൾ ആരുമായിട്ടാ കൂട്ട്? ഇനിയിപ്പോൾ അത് പോട്ടെ, ബൈ ഇലക്ഷൻ പാലക്കാട് എടുക്കുക. പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ 1.5 മാസം മുമ്പാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമുള്ള 1.5 മാസ കാലയളവിൽ ഞങ്ങൾക്ക് 2500-ൻ്റെ അടുത്ത് വോട്ട് വർദ്ധിച്ചു. BJP-യുടെ 10,000 വോട്ട് കാണാനില്ല. ആ വോട്ട് മുഴുവൻ ഈ പറയുന്ന ഇവിടുത്തെ MLA ഉണ്ടല്ലോ, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, അത് പറയാൻ തന്നെ ഒരു വല്ലാത്ത പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് അയാൾക്ക് മാറിപ്പോയില്ലേ? അങ്ങനെ ആരോപണം ഉണ്ടല്ലോ. ഞാൻ 2015 മുതൽ 20 വരെയുടെ വൈസ് ചെയർമാൻ. ഞങ്ങൾക്ക് 24 സീറ്റാണ്. ഇവിടെ BJP-ക്കെതിരെ അവിശ്വാസം വന്ന സമയത്ത് ഇന്ത്യ സഖ്യമാണ് ഒറ്റക്കെട്ടായിട്ടല്ലേ കോൺഗ്രസും CPM-ഉം കൂടിയിട്ട് 5 വർഷം ഉണ്ടായിരുന്നത്. ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ ഞങ്ങൾ നേരിടുന്നത് UDF-നെ അല്ലെങ്കിൽ LDF-നെ അല്ല. ഞങ്ങൾ പാലക്കാട് നഗരസഭയിൽ മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തോടാണ്. പരസ്പര ധാരണ എവിടെയുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഞങ്ങൾക്ക് ഈ മാസം പെൻഷൻ എണ്ണി വാങ്ങുന്ന ഇവിടുത്തെ പാലക്കാട്ടെ വോട്ടർമാര് 2000 + 2000 4000 രണ്ടുപേര് വീട്ടിലുണ്ടെങ്കിൽ 1600 + 1600 7200 രൂപ കൈ കിട്ടും. 10,000 രൂപ നിതീഷ് കുമാർ കൊടുത്തത് വോട്ടായിട്ട് മാറി. 21 എത്രയാ പറഞ്ഞത്? 2500 ആക്കാ പറഞ്ഞ ആളുകളാണ്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴല്ല 400 രൂപ അന്ന് 21 ജയിച്ച അടുത്ത മാസം പെൻഷൻ വർദ്ധിപ്പിച്ചതെങ്കിൽ ഒരു 50,000 രൂപ എക്സ്ട്രാ കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്, കേന്ദ്ര ഗവൺമെൻറ് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്കായിട്ട് ആയുഷ്മാൻ ഭാരത് ചികിത്സാ പദ്ധതി ഉണ്ട്, 5 ലക്ഷം രൂപയുടെ. ഇന്ന് ആശുപത്രി ചെലവ് വളരെ കൂടുതലാണ്. കേരളത്തിലെ ആളുകൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. 70 വയസ്സ് ആളുകൾ കഴിഞ്ഞ ആളുകൾക്ക് നിർദ്ദേശത്തിലൊക്കെ വരുമോ? ഉറപ്പല്ലേ ജനങ്ങൾക്ക്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേന്ദ്രത്തിൻ്റെ പണം ഒട്ടും കേരളത്തിന് കിട്ടുന്നേയില്ലല്ലോ, തരുന്നേയില്ലല്ലോ. ഇവർ കേന്ദ്ര പദ്ധതി എന്നല്ലേ പറയുന്നത്. ലൈഫ് മിഷൻ 4 ലക്ഷം വീട് 72,000 രൂപയാണ് കേന്ദ്രം. അതും തരില്ല എന്നല്ലേ പറയുന്നത്. അതുപോലെ നെല്ലിന് സംഭരണം, അതിൻ്റെ താങ്ങുവില, ആ താങ്ങുവിലയിൽ ഇപ്പോൾ 2,600 കോടി രൂപ കേന്ദ്രം തരണ്ടേ? ഇത് കേരള ഗവൺമെന്റ് കൊടുത്ത പണമാണ് ചോദിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്ത പണമാണ്. ഇതില് പാലക്കാടിലെ ജനങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് കിട്ടുന്നില്ല പറഞ്ഞാൽ പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. അമൃത് പദ്ധതിയിൽ 221 കോടി രൂപ. ഇപ്പോൾ പാലക്കാട് വെല്ലിയങ്ങാടിയുടെ വികസനത്തിനായിട്ട് 140 കോടി രൂപ. ഞാൻ ചോദിക്കട്ടെ, 2004 മുതൽ 2014 വരെ CPM അടക്കം പിന്തുണച്ച UPA സർക്കാർ ഉണ്ടായിരുന്നല്ലോ, 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നല്ലോ. പാലക്കാട് നഗരസഭ ഭരിച്ചതാരാ? UDF ആണല്ലോ. എത്ര രൂപ? ഞങ്ങൾ തുറന്ന സംവാദത്തിന് LDF-നോട് UDF-നോട് കണക്ക് വെച്ച് തയ്യാറാ. ഓരോ വികസന പ്രവർത്തനങ്ങൾ വന്ന ഓരോ ഫണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. സൂചിപ്പിക്കാറുണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത്, അദ്ദേഹം ചെറിയൊരു തെറ്റ് പറഞ്ഞു. പാലക്കാട് നഗരസഭയിൽ ഏകദേശം 3000-ഓളം ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര വിഹിതം 1.5 ലക്ഷം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വിഹിതം 2 ലക്ഷം, സംസ്ഥാന വിഹിതം 50,000, അങ്ങനെ 4 ലക്ഷം. അതാണ് തദ്ദേശ സ്വയംഭരണ അർബൻ ഏരിയയിൽ. ഗ്രാമത്തിന്റെ കാര്യത്തിലാണ് 72,000. പാലക്കാട് നഗരത്തിലെ ആളുകൾക്ക് ആരാണ് വീട് കൊടുത്തതെന്ന് അറിയാം. 3000 വീട്. ഞങ്ങൾ ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, രാഷ്ട്രീയം നോക്കിയിട്ടില്ല. മുസ്ലിം ലീഗും മറ്റു പാർട്ടികൾ ഭരിക്കുന്ന
ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങി പാർക്കുന്ന ഏരിയകൾ. ഇക്ബാൽ ഉണ്ടല്ലോ, ഇക്ബാലിനോട് ചോദിക്കട്ടെ PMIയുടെ എത്ര വീട് ഇക്ബാലിൻ്റെ ഭാഗത്ത് ഉയർന്നിട്ടുണ്ടെന്നുള്ളത്. അതാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങൾക്ക് വികസനത്തിൽ രാഷ്ട്രീയമില്ല. വികസന രാഷ്ട്രീയം തന്നെയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ചർച്ചയാവുക. വികസന രാഷ്ട്രീയം തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇവിടെ BJPയുടെ നമ്മുടെ നേതാവ് പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു രാജ്യത്തിലെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രം ഭരിക്കുന്നത് ആരോ ആയിക്കോട്ടെ, ആ കാലഘട്ടങ്ങളിലെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റുകളിലെ അതാത് സമയങ്ങളിൽ വിഹിതം കൊടുക്കാറുണ്ട്. ആ വിഹിതത്തിനെയാണ് ഞങ്ങളുടെ ഔദാര്യാണ് പറഞ്ഞ് BJP പറയുന്നത്. അതൊരു ശരിയല്ലല്ലോ. അതിനപ്പുറമല്ലേ കേരളം ചെയ്യുന്നത്. കേരള ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ് ഈ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വികസനങ്ങൾ, ആ വികസനങ്ങൾക്കൊപ്പം ഈ രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ BJP. ഞാനൊരു ചാനൽ വാർത്ത കാണാനിടയായി ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അവിടെ ഒരു വലിയ വിജയം ഉണ്ടായി. അതിനെല്ലാം പത്രമാധ്യമങ്ങളിപ്പോൾ എന്താ കാരണങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ അതിലിരിക്കണം. പക്ഷേ BJPയുടെ നിതീഷ് കുമാർ, BJPയുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് നിതീഷ് കുമാർ ഭരിച്ചതാണല്ലോ ഈ കാലഘട്ടത്തിൽ അവിടെ ഒരു ബാത്റൂമില്ലാത്ത വീടുകൾ, ഗ്യാസ് ഇല്ലാത്ത വീടുകൾ, ഇങ്ങനെ നിരവധി പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത വീടുകൾ കുഗ്രാമങ്ങളിൽ കാണുകയാണ്. പക്ഷെ അവിടെ BJPക്കും JDUവിനും വോട്ട് വർദ്ധിച്ചു. അതെ, ഞാൻ ചോദിക്കട്ടെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPയും BJP നയിക്കുന്ന മുന്നണിയൊക്കെ എങ്ങനെയാണ് വോട്ട് ഉണ്ടാക്കുന്നത് എന്നും എങ്ങനെയാണ് വിജയിക്കുന്നത് എന്നും എല്ലാം നല്ലതുപോലെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി. പക്ഷെ അത് കേരളത്തിൽ നടക്കുന്നില്ല. പാലക്കാട് വോട്ട് ചോരി എന്നൊരു ആരോപണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉന്നയിക്കൂ. UDF LDF വോട്ട് ചോരി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ പാലക്കാട്? അങ്ങനെ ഒരു സാധ്യത നമ്മളിപ്പോൾ കാണുന്നില്ല. നമ്മൾ വോട്ട് ചോരുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ ഞങ്ങൾ കാണുന്നില്ല. കേരളം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംസ്ഥാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പലതുകൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് BJPന്റെ കള്ളക്കളി നടത്താൻ വലുതായിട്ട് അനുവദിക്കില്ല. BJPയെ കേട്ടു, CPM കേട്ടു, കോൺഗ്രസ് എവിടെയാണ്? നമ്മൾ VK ശ്രീകണ്ഠൻ പക്ഷേ ഇത് തിരക്കിട്ട് മറ്റൊരു പരിപാടിക്ക് പോയത് കൊണ്ടാണ്. ഒപ്പം DCC പ്രസിഡന്റും. കക്കൂസില്ല, വീടുകളില്ല. അട്ടപ്പാടിയിൽ 1000 വീടുകളുടെ റിപ്പോർട്ട് ചെയ്തു വരുള്ളൂ എല്ലാ ചാനലുകളും. 10 വർഷമായിട്ട് പിണറായി സർക്കാർ ഭരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി മേഖല അട്ടപ്പാടി. 1000 വീടുകളാണ് പാതി വഴിയിൽ കിടക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ PMI പദ്ധതിയിൽ വഴി കിട്ടിയ വീടുകൾ പൂർത്തീകരിക്കാൻ പോലും സംസ്ഥാന സർക്കാർ ഫ്ലാറ്റുകളുണ്ട്. പാലക്കാട് ചിറ്റൂർ, അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം ചിറ്റൂർ, ഇടതുപക്ഷം ഭരിക്കുന്നതാണ്. ലൈഫ് പദ്ധതിയുടെ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ തറക്കല്ലിട്ട ഫ്ലാറ്റാ പാതി വഴിയിലാ. ബീഹാറല്ല, കേരളവും ഇതുപോലെ തന്നെയാ. അതെ, ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ട് BJPയുടെ നേതാവ് ഇതൊക്കെ പറയുന്നത് ജനം വിശ്വസിക്കില്ല. കാരണം എന്താ വെച്ചാൽ 5,60,000 വീടുകൾ പൂർത്തീകരിച്ച് താക്കോല് കൊടുത്തൊരു ഗവൺമെന്റാണ് പിണറായി ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെയാണ് കുറ്റപ്പെടുത്തി പറയാം. വിശ്വസിക്കും? അല്ല, രാജ്യത്ത് 4 കോടി വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ പൂർത്തീകരിക്കപ്പെടുന്നു. അത് അദ്ദേഹം മറച്ചു വെക്കുകയാണ്. ഇപ്പൊ വീണ്ടും 4 കോടി വീടുകൾ പ്രത്യേകിച്ചിട്ടുണ്ട്. വീടുകളുടെ മാത്രം കണക്ക് പറഞ്ഞു പോകണ്ട. ഇപ്പോ BJP നേതാവ് പറഞ്ഞില്ലേ, ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ വല്ലാതെ 10 വർഷം നടത്തി. ഇതാ അപ്പുറത്താണ് ടൗൺ ഹാൾ കിടക്കുന്നത്. ഓട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്, ഉപകാരം ഇല്ലാണ്ടായി. ടൗൺ ഹാള് 2014 ഷാഫി പറമ്പിൽ MLA-യുടെ ആസ്തി വികസന ഫണ്ടിലാണ് ടൗൺ ഹാള്. BJP മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് കൊണ്ട് നിർമ്മിക്കുന്ന ടൗൺ ഹാൾ അനക്സിൻ്റെയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് MLA ഫണ്ടാണ്. MLA ഫണ്ട് ഷാഫി പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് അടക്കി വെക്കുന്നത്. ഇവർ തമ്മിൽ പരിഹരിക്കട്ടെ. രാഹുലും പാലക്കാട് MLA. അതായത് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും മകുടോദാഹരണമാണ് പാലക്കാട് നഗരസഭ. 10 വർഷം ഭരിച്ച് കുട്ടിച്ചോരാക്കി. അമൃത് പദ്ധതിയിൽ കോടികൾ വന്നു എന്ന് ഒരു പറഞ്ഞല്ലോ. ഇവർ ആ പദ്ധതി സത്യത്തിൽ എങ്ങനെ അത് ഉപയോഗിക്കണം, ആ ഫണ്ട് എന്ന് പോലും അറിയാതെ കുറേ കെട്ടിടങ്ങൾ പൊളിച്ചിടുകയും അതുപോലെ ഡ്രൈനേജ് കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റണം, കുടിവെള്ളം ജനങ്ങൾക്ക് കൊടുക്കണം. ശരി തന്നെയാണ്. പക്ഷേ ഈ ഫണ്ട് ഈ കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പുകൾ മാറ്റി, പക്ഷേ റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമാക്കി. ഇവരിപ്പോൾ പറഞ്ഞ ടൗൺ ഹാൾ അനക്സ്, അതുപോലെ തന്നെ സുൽത്താൻപേട്ട ജംഗ്ഷനിലുള്ള വ്യാപാര സമുച്ചയം, സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലുള്ള വ്യാപാര സമുച്ചയം, ഒലവക്കോട് കംഫർട്ട് സ്റ്റേഷൻ പോലുള്ള സംഭവം,
ഇതെല്ലാം അസ്ഥികൂടത്തിന് പാൻറ്റും ഷർട്ടും ഇട്ട പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് 60% പണി പൂർത്തിയാക്കി കഴിഞ്ഞ ഒരു മാസം മുമ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു. എവിടെ ഉദ്ഘാടനം ചെയ്തു? ഈ മുറ്റത്ത്. എന്നിട്ട് ആളെ കൊണ്ട് ആകെ ഓപ്പൺ ചെയ്യിപ്പിച്ചത് നഗരസഭാ കൗൺസിൽ ഹാള് മാത്രം. ബാക്കി അത് മാത്രമേ പണി പൂർത്തിയായിട്ടുള്ളൂ. ബാക്കി എല്ലാം ഇതാണ് അവസ്ഥ. അങ്ങേരെ അവിടെ കൊണ്ടുപോയാ ഞങ്ങൾ പ്രേക്ഷകരോട് പറയുന്ന, ഞങ്ങൾ BJP-യോട് പറയുന്ന ഒരു കാര്യം, ആരധികാരത്തിൽ വന്നാലും നമുക്ക് ഈ ഇതിനൊന്ന് പെയിന്റ് അടിക്കണം പാലക്കാട് നഗരസഭ. മാത്രമല്ല അവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഭംഗിക്കുറവുണ്ട്. ശരിയല്ലേ? കൗൺസിലർ ആയിരുന്നു. മനസ്സിലായി. നമുക്കിനി വരുന്ന ദിവസങ്ങളിലാവാം, പറഞ്ഞാൽ തീരില്ല. എനിക്ക് എന്തായാലും ഓൾ ദി ബെസ്റ്റ് ശ്രീ കിഷോകുമാർ. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഉഷാറാവട്ടെ. ഈ ആവേശം ഉണ്ടല്ലോ, ഈ ആവേശം യഥാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് ഇനി വരുന്ന ദിവസങ്ങളിലും കാണാം. പാലക്കാട്, തിരുവനന്തപുരം ഒന്നും അല്ല, തിരുവനന്തപുരം കോർപ്പറേഷനെ പോലെ തന്നെ തീവാറുന്നൊരു മത്സരമായിരിക്കും പാലക്കാടും ഉണ്ടാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ആരോഗ്യകരമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാവും. അതിനും അപ്പുറത്തേക്ക് രാഷ്ട്രീയ സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് ഇവർ. VK ശ്രീകണ്ഠനെ നമുക്ക് മിസ് ചെയ്തു. അദ്ദേഹം മറ്റൊരു പരിപാടിക്ക് പങ്കെടുത്തു. DCC പ്രസിഡന്റ് ഉണ്ടാവുമെന്ന് നമ്മൾക്കറിയാം. ഇലക്ഷൻ ചൂടാണല്ലോ, അതൊന്നും തണുപ്പിക്കണം. അപ്പൊ അതിനൊരു മിമിക്രി എന്താണ് പെട്ടെന്ന്? എന്റെ പേര് സുനിൽ ചിറ്റൂർ. അത് പൊൽപ്പള്ളി പഞ്ചായത്ത് കൊള്ളുപറമ്പിൽ വരുന്നു. നമ്മുടെ സുരേഷ് ബാബുവിന്റെ ഫാമിലി ആളാണ്. അപ്പൊ ഞാൻ നമ്മുടെ ഇന്ദ്രൻ സേട്ടന്റെ 2 കാലഘട്ടത്തിലെ ശബ്ദം, ഒന്ന് പഴയത് പുതിയത്. ആദ്യം പഴയത്, ആദിത്തമ്പ്രാനെ മുതലാളി അടി അടിയോടടി അങ്ങാടിയിൽ ആടുതോമ്പിയുടെ തുണിപെട്ടോടി നിന്ന് കാണുമായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ 5-ാം പാതിര സിനിമയിലെ ചുറ്റിയെ കൊണ്ട് തലക്കടിക്കുമ്പോൾ തലയോട്ടി വീഴുന്നൊരു ഒച്ചയുണ്ട്. അതിൻ്റെ കൂടെ നാട്ടുകാരുടെ നിലവിളി കൂടിയാവുമ്പോൾ ഓരോ കൊലപാതകവും കഴിഞ്ഞാൽ 1-2 കൊല്ലം അവധിയെടുക്കും. എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും റിപ്പർ രവിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞെന്ന്. വേട്ടയവസാനിച്ചു നിരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. പുള്ളിയുടെ മെയിൻ പരിപാടി അൺനോൺ നമ്പർ എന്ന് എനിക്ക് ആൻഡോ സാറിന്റെ വോയിസിൽ ശബ്ദങ്ങൾ അയക്കും. നമുക്കെന്തോ ഇൻസ്ട്രക്ഷൻ തരുന്ന രീതിക്ക് അയക്കാം. നമ്മുടെ ബാല, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം കൽപ്പത്തിൽ വന്നാണല്ലേ. എല്ലാവർക്കും സന്തോഷം. പ്രിയപ്പെട്ടവരെ, താങ്ക് യു കിഷോബ, താങ്ക് യു സുരേഷ് ബാബു, താങ്ക് യു DCC പ്രസിഡന്റിന് വേണ്ടി താങ്ക് യു. ഓക്കെ, അപ്പോൾ ഉഷാറാവട്ടെ മുനിസിപ്പാലിറ്റിയും. അപ്പോൾ നമ്മുടെ ദേശപ്പോര് ഇലക്ഷൻ ഓൺ വീൽസ് ഇനി കേരളത്തിന്റെ ഗ്രാമങ്ങളിലൂടെയും നഗരവീഥികളിലൂടെയും സഞ്ചരിക്കും. നമുക്ക് വാർത്തകൾ അറിയാം. അവിടെയുള്ള തത്സമയ വിവരങ്ങളും വികസനത്തിന്റെയും അടിയൊഴുക്കിന്റെ രാഷ്ട്രീയവും എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തും.